ഉച്ചവിശ്രമ നിയമം ലംഘിക്കുന്ന കമ്പനികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് അബുദാബി മുനിസിപ്പാലിറ്റി. തുടർച്ചയായി 12ാം വർഷം യുഎഇയിൽ ഉച്ചവിശ്രമ നിയമം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി അബുദാബി മുനിസിപ്പാലിറ്റി നടത്തിയ ശില്പശാലയിലാണ് മുതിർന്ന ഉദ്യോഗസ്ഥരുടെ മുന്നറിയിപ്പ്. ഈ മാസം 15 മുതൽ ഉച്ചകഴിഞ്ഞ് 12:30 മുതൽ 3 വരെയാണ് ഉച്ചവിശ്രമ നിയമം. പുറം തൊഴിലാളികളുടെ സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങളും വിശ്രമ സൌകര്യവും തൊഴിൽ സ്ഥാപനങ്ങൾ ജോലിസ്ഥലത്ത് ഉറപ്പാക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. അബുദാബി നഗരസഭയിലെ ആരോഗ്യ സുരക്ഷാ പരിസ്ഥിതി ബ്യൂറോയുടെ നേതൃത്വത്തിൽ ജോലിസ്ഥലങ്ങളിൽ തുടർച്ചയായ പരിശോധന നടപ്പാക്കും. സിഐഡി ഉദ്യോഗസ്ഥർ ചമഞ്ഞ ദുബൈ നൈഫിലെ മലയാളികളുടെ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് 6.5 ലക്ഷം ദിർഹം കവർന്ന സംഭവത്തിൽ 6 പേർ പിടിയിലായി. സ്വദേശിയും 2 മലയാളികളും 2 പാകിസ്ഥാനിയും പിടിയിലായവരിലുണ്ട്. ബനിയ സ്ക്വയർ മെട്രോ സ്റ്റേഷന് സമീപത്തെ BSG ജനറൽ ട്രേഡിംഗ് എന്ന സ്ഥാപനത്തിൽ ജൂൺ 2-നാണ് പട്ടാപ്പകൽ കവർച്ച നടന്നത്. സിഐഡികൾ ചമഞ്ഞ സ്ഥാപനത്തിനകത്ത് കയറിയ 4-അംഗ സംഘം പിന്നീട് ലോക്കർ തുറന്ന് 6 ലക്ഷത്തോളം ദിർഹം കവരുകയായിരുന്നു. കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 20ഓളം വരുന്ന യാചകരെ ആഭ്യന്തര മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. പിടിക്കപ്പെട്ടവരിൽ 3 ഇന്ത്യക്കാരും ഉൾപ്പെടും. പള്ളികളിൽ പുറത്തുനിന്നും ആളുകൾ കൂടുന്ന സ്ഥലത്തു നിന്നുമാണ് ഇവരെ പിടികൂടിയത്. ഇവരുടെ കയ്യിൽ നിന്ന് യാചക വൃത്തിയിലുള്ള പിരിച്ചെടുത്ത പണവും പിടിച്ചെടുത്തിട്ടുണ്ട്. പിടിക്കപ്പെട്ടവർക്കെതിരെ അവരുടെ സ്പോൺസർമാർക്കെതിരെയും നിയമ നടപടികളെടുക്കും. ചിലരെ നാട് കടത്തിയെന്നും കുവൈറ്റിലേക്ക് തിരിച്ചു വരുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയതായും ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്ന് അറിയിച്ചു. റംസാൻ മാസത്തിൽ യാചകവൃത്തി നടത്തുന്നതിനു വേണ്ടി വിസിറ്റിംഗ് വിസയിലും മറ്റും വ്യാപകമായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ രാജ്യത്ത് കൊണ്ടുവരുന്നത് മുൻപ് പതിവായിരുന്നു. എന്നാൽ ഈ അടുത്തിടെയാണ് ഇത്തരം ആളുകളെ കണ്ടുപിടിക്കുന്നതിനു വേണ്ടി വ്യാപകമായ തിരച്ചിൽ ഏർപ്പെടുത്തിയത്. ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റംസാൻ. റംസാനിന്റെ പുണ്യത്തിന് നിദാനവും ഇതുതന്നെയാണ്. ദുബായിൽ നിന്ന് ടി ജമാലുദ്ദീൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മാനവരാശിക്കാകെ വഴികാട്ടാൻ ദൈവമിറക്കിയ ഗ്രന്ഥമാണ് ഖുർആൻ. ഖുർആന്റെ അവതരണം നടന്നത് റംസാൻ മാസത്തിലാണ്. റംസാന്റെ പുണ്യത്തിന്റെ നിദാനവും ഇതുതന്നെ. ലോക ജനതയ്ക്ക് വെളിച്ചം പകരാൻ ഖുർആൻ ഇറക്കപ്പെട്ടത് റംസാനിലാണ്. ഹിറാ ഗുഹയിൽ വെച്ച് മുഹമ്മദ് നബിക്ക് ദൈവത്തിൽ നിന്നും ഖുർആനിന്റെ ആദ്യവചനം ലഭിച്ചു. ഇഖ്റ, വായിക്കുക, നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന്റെ നാമത്തിൽ. അറിവിന്റെ വെളിച്ചത്തിലൂടെ മുന്നേറാനുള്ള കൽപ്പന. ലളിതസുന്ദരമായ അറബി ഭാഷയിൽ എഴുതപ്പെട്ട വാക്കുകളിൽ ഖുർആൻ ലോകത്തെ പഠിപ്പിക്കുന്നു. മനുഷ്യ ജീവിതത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചുമെല്ലാമുള്ള മാനവികമായ കാഴ്ചപ്പാടുകൾ. 114 അധ്യായങ്ങളാണ് ഖുർആനിലുള്ളത്. ലോകത്ത് ഏറ്റവും വായിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളിലൊന്ന്. മതവിശ്വാസികളെ സംബന്ധിച്ച് ഒഴിച്ചുകൂടാനാകാത്തതാണ് ഖുർആൻ പാരായണം. നൂറ്റാണ്ടുകൾ പിന്നിട്ടും മനുഷ്യ മനസ്സുകളിൽ ഖുർആൻ നൽകുന്ന പ്രകാശം ഇന്നും മഹത്തരമായി തുടരുന്നു. ടി ജമാലുദ്ദീൻ, ദുബായ്. ഫോബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ലോകത്തെ ശക്തരായ വനിതകളിൽ 2 പേർ UAEയിൽ നിന്ന്. സഹിഷ്ണുതാകാര്യ സഹമന്ത്രി ഷെയ്ഖ് ലുബ്ന ബിൻ ഖാലിദ് അൽ ഖാസിമി, വ്യാപാരിയായ റജ ഈസ അൽ ഗുർഗ് എന്നിവരാണ് പട്ടികയിൽ ഉൾപ്പെട്ടത്. 2016 ശക്തരായ വനിതകളുടെ പട്ടികയിൽ 43ാമത് റാങ്കാണ് ഷെയ്ഖ് ലുബ്ന ബിൻ ഖാലിദ് അൽ ഖാസിമിക്കുള്ളത്. ബഹ്റിൻ കേരളീയ സമാജം മാഹി അസോസിയേഷനുമായി സഹകരിച്ച് 3 സംസ്ഥാന ടെലിവിഷൻ അവാർഡുകൾ കരസ്ഥമാക്കിയ EM അഷ്റഫ് സംവിധാനം നിർവഹിച്ച ബോംറൂർ മയ്യഴി എന്ന ഹ്രസ്വചിത്രം പ്രദർശിപ്പിച്ചു. പ്രദർശനത്തിന്റെ ഭാഗമായി M. മുകുന്ദൻ എഴുതിയ ഡൽഹി എന്ന ചെറുകഥയെ ആധാരമാക്കി വരിയും എന്ന പേരിൽ തത്സമയ ചിത്രരചനയും നടന്നു. ഹ്രസ്വചിത്രത്തിൽ പ്രശസ്ത സാഹിത്യകാരൻ M. മുകുന്ദനാണ് കേന്ദ്ര കഥാപാത്രം. എഴുത്തുകാരൻ കഥാപാത്രങ്ങളാൽ വിചാരണ ചെയ്യപ്പെടുന്നതാണ് ചിത്രത്തിന്റെ ഉള്ളടക്കം. EM അഷ്റഫ് രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രത്തിന് മികച്ച ഹ്രസ്വചിത്രം, മികച്ച സ്ക്രിപ്റ്റ്, മികച്ച സംവിധാനം എന്നിങ്ങനെ 3 ടെലിവിഷൻ അവാർഡുകൾ ലഭിച്ചിരുന്നു. പ്രദർശനത്തിന് ശേഷം M. മുകുന്ദൻ, EM അഷ്റഫ് എന്നിവർ സദസ്യരുമായുള്ള ചർച്ചയിലും പങ്കെടുത്തു. പരിപാടിക്കായി പൂർണ്ണമായി സഹകരിച്ച ഡോക്ടർ മുഹമ്മദ് റഫീഖ്, മാഹി അസോസിയേഷൻ പ്രതിനിധികൾ എന്നിവരെ മൊമന്റോ നൽകി ആദരിച്ചു. പ്രദർശനത്തിന്റെ ഭാഗമായി സമാജം ചിത്രകലാ ക്ലബ് അംഗങ്ങൾ ഒരുക്കിയ തത്സമയ ചിത്രരചന ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. M. മുകുന്ദൻ എഴുതിയ ഡൽഹി എന്ന ചെറുകഥയെ ആധാരമാക്കിയാണ് തത്സമയ ചിത്രരചന നടന്നത്. കഥയിലെ ഓരോ കഥാപാത്രങ്ങളും സന്ദർഭത്തിനനുസൃതമായി വരയിലൂടെ ക്യാൻവാസിൽ പിറക്കുന്നത് സദസ്യർക്ക് നവ്യാനുഭവമായി. അനിൽ തിരൂർ, ന്യൂസ് ബ്യൂറോ, ബഹ്റൈൻ. ട്രാവൽ ഏജന്റിന്റെ കെണിയിൽപ്പെട്ട് റിയാദിലെത്തിയ ചങ്ങനാശ്ശേരി സ്വദേശികളായ
പ്രജൂബ് രവി, ബിപിൻ ബിജു, കാവാലം സ്വദേശി മഹേഷ് ചന്ദ്രൻ എന്നിവർ കേളി നസീം ഏരിയ ജീവകാരുണ്യ പ്രവർത്തകരുടെ സഹായത്താൽ നാട്ടിലേക്ക് തിരിച്ചെത്തി. തിരുവല്ലയിൽ ഓവർസീസ് ജോബ് കൺസൾട്ടന്റ് എന്ന ട്രാവൽ ഏജന്റ് നൽകിയ വിസയിലാണ് ഇവർ റിയാദിലെത്തിയത്. റിയാദിലെ ബർഗർ കിങ് റെസ്റ്റോറന്റിലെ ക്യാബിൻ ക്രൂ തസ്തികയിൽ ഉയർന്ന ശമ്പളവും സൗജന്യ താമസം, ഭക്ഷണം എന്നിവയും വാഗ്ദാനം നൽകി 1 ലക്ഷം രൂപ വീതം വാങ്ങിയാണ് ട്രാവൽ ഏജന്റ് ഇവരെ റിയാദിലെത്തിച്ചത്. എന്നാൽ റിയാദിലെത്തിയ ശേഷമാണ് കുറഞ്ഞ ശമ്പളത്തിൽ ക്ലീനിംഗ്, ഡ്രൈവർ എന്നീ ജോലികളാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകുന്നത്. തൊഴിൽ കരാറിൽ ഒപ്പുവെക്കണമെന്ന് പറഞ്ഞ് തൊഴിലുടമയും ആൾക്കാർ ഇവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് കേളി നസീം ഏരിയ കമ്പനി അധികൃതരുമായും ഇന്ത്യൻ എംബസിയുമായും നിരന്തരം ബന്ധപ്പെട്ടതിനെ തുടർന്ന് ഇവരെ നാട്ടിലേക്ക് കയറ്റിവിടാൻ വഴിയൊരുങ്ങുകയായിരുന്നു. പ്രവാസ ലോകത്ത് സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന് ഇന്ത്യൻ എംബസി വെൽഫെയർ വിഭാഗം ഫസ്റ്റ് സെക്രട്ടറി ശ്രീ അനിൽ നൊറ്റിയാൽ പറഞ്ഞു. മുക്കം ഏരിയ സർവീസ് സൊസൈറ്റി 15ാം വാർഷിക പതിപ്പ് പ്രകാശനം ചെയ്ത ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാസ് റിയാദ് പോലെയുള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങൾ വരും കാലങ്ങളിൽ കൂടുതൽ കരുത്തുറ്റതാകട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. വാർഷിക പതിപ്പ് ശ്രീ അനിൽ നൊറ്റിയാൽ ഷിഹാബ് കോട്ടുകാടിന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു. ഫ്രണ്ട്സ് ക്രിയേഷൻസിന്റെ ഇഫ്താർ സൗഹൃദ സംഗമത്തോടനുബന്ധിച്ച് റിയാദിലെ 4 മദ്രസകളിൽ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയ 12 വിദ്യാർത്ഥികളെ ആദരിച്ചു. സിറ്റി ഫ്ലവർ മാനേജിംഗ് ഡയറക്ടർ TM അഹമ്മദ് കോയ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇബ്രാഹിം സുബ്ഹാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലിങ്ക് പേനയുടെ ഉപഹാരം മാനേജിംഗ് ഡയറക്ടർ അമീർ ചെറുകോടും ബഹർ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേക ഉപഹാരം മുജീബ് റഹ്മാനും വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചു. തിരികെ വാർത്തകളിലേക്ക്. ലാവ്ലിൻ കേസിലെ സ്വകാര്യ ഹർജികൾ ഹൈക്കോടതി തള്ളി. CBI ഹർജികൾ മാത്രമേ നിലനിൽക്കൂവെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. പുതുതായി ഒരു രേഖയും ഹാജരാക്കാൻ ഇടപെടൽ ഹർജി നൽകിയവർക്കൊന്നും അവകാശമില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ക്രൈം നന്ദകുമാർ, KM ഷാജഹാൻ തുടങ്ങി 4 പേർ സമർപ്പിച്ച ഹർജികൾ തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് കമാൽ പാഷയുടെ സുപ്രധാന വിധി. കേസിൽ ഒരു ബന്ധവുമില്ലാത്തവർക്ക് കേസിൽ കക്ഷി ചേരാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. മാത്രവുമല്ല, പുതിയ രേഖകളോ തെളിവുകളോ ഇനി വിചാരണ കോടതിയിൽ പോലും ഹാജരാക്കാനാവില്ല. CBI നടത്തിയ അന്വേഷണം തൃപ്തികരമല്ലെന്ന വാദം ഇവർ ഒരു ഘട്ടത്തിലും ഉന്നയിച്ചിട്ടില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വിചാരണ കോടതിയിൽ CBI സമർപ്പിച്ച കുറ്റപത്രത്തെയും ഇവർ ചോദ്യം ചെയ്തിട്ടില്ല. എല്ലാ രേഖകളും തെളിവുകളും വിചാരണ കോടതിക്ക് മുന്നിൽ വന്നതാണ്. ഈ തെളിവുകൾ പരിശോധിച്ച ശേഷമാണ് കോടതി കുറ്റപത്രം നൽകിയതും വിചാരണയ്ക്ക് പോലും ആവശ്യമായ തെളിവുകളില്ലെന്ന് കണ്ട് കുറ്റവിമുക്തരാക്കിയതും. ഈ സാഹചര്യത്തിൽ പുതിയ തെളിവുകളൊന്നും സ്വീകരിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ഹർജി തള്ളുകയായിരുന്നു. കേസിൽ ഹാജരായ മുതിർന്ന അഭിഭാഷകൻ MK ദാമോദരനും CBI അഭിഭാഷകൻ P ചന്ദ്രശേഖരപിള്ളയും ഹർജിക്കാരുടെ വാദത്തെ എതിർത്തു. ഹർജിക്കാരുടേത് അനാവശ്യ ഇടപെടലുകളാണെന്നും ആവശ്യം നിയമപരമല്ലെന്നും മുൻ സുപ്രീം കോടതി വിധികൾ ചൂണ്ടിക്കാട്ടി അഡ്വക്കേറ്റ് MK ദാമോദരൻ വാദിച്ചു. ഹർജിക്കാർ മുന്നോട്ട് വയ്ക്കുന്ന രേഖകൾ അനാവശ്യ രേഖകളാണെന്നായിരുന്നു CBI അഭിഭാഷകന്റെ നിലപാട്. ഈ വാദങ്ങൾ കൂടി അംഗീകരിച്ചുകൊണ്ടാണ് കക്ഷിചേരൽ ഹർജികൾ കോടതി തള്ളിയത്. റിവിഷൻ ഹർജിയിൽ അന്തിമവാദത്തിന് സാവകാശം തേടിക്കൊണ്ടുള്ള CBIയുടെ ഹർജി കോടതി അംഗീകരിച്ചു. കേസിൽ അഡീഷണൽ സോളിസിറ്റർ ജനറൽ പരംജിത് സിംഗ് പട്വാലിക്ക് ഹാജരാകുന്നതിനു വേണ്ടിയാണ് കേസ് 2 മാസത്തേക്ക് മാറ്റിവെക്കണമെന്ന് CBI ആവശ്യപ്പെട്ടത്. നിയമകാര്യ ലേഖകൻ PP താജുദ്ദീനൊപ്പം സാലി മുഹമ്മദ്, കൊച്ചി. വിഴിഞ്ഞം പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നും പദ്ധതിയിൽ ആശങ്ക വേണ്ടെന്നും അദാനി പോർട്ട് CEO കരൺ അദാനി. നിശ്ചിത സമയത്ത് തന്നെ പദ്ധതി പൂർത്തിയാക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, തുറമുഖ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവരുമായും കരൺ കൂടിക്കാഴ്ച നടത്തി. പദ്ധതിയിൽ മുൻ സമീപനം തുടർന്ന് മുന്നോട്ടു പോകുമെന്ന് മന്ത്രി വ്യക്തമാക്കി. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുയരുന്ന ആശങ്കകൾക്ക് വിരാമമിട്ടുകൊണ്ടാണ് അദാനി ഗ്രൂപ്പ് CEO കരൺ അദാനി മുഖ്യമന്ത്രി പിണറായി വിജയൻ, തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയത്. പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം അദാനി ഗ്രൂപ്പുമായി നടത്തിയ ആദ്യ കൂടിക്കാഴ്ച കൂടിയായിരുന്നു ഇത്. പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നും ആർക്കും ഇതിൽ ആശങ്ക വേണ്ടെന്നും കരൺ അദാനി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വ്യക്തമാക്കി. Had a good discussion with CM, Honorable CM, and there was no discussion. It was more to assure that we are there in Vizinjam and we are going to continue in Vizinjam and we will complete the project as per what we have originally committed to the state. പുതിയ സർക്കാർ തങ്ങൾക്ക് വലിയ പിന്തുണ നൽകുന്നുണ്ടെന്നും കരൺ അദാനി വ്യക്തമാക്കി. 1000 ദിവസം കൊണ്ട് തന്നെ പദ്ധതി പൂർത്തിയാക്കുമെന്നതിൽ സംശയമില്ല. നിലവിൽ വിഴിഞ്ഞം പദ്ധതിയുടെ കരാറിൽ ഇതുവരെ മാറ്റമുണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കുളച്ചിൽ തുറമുഖ പദ്ധതി ഏറ്റെടുക്കാൻ ഉദ്ദേശമില്ലെന്നും കരൺ വ്യക്തമാക്കി. അതേസമയം മുൻ സമീപനത്തിൽ നിന്നുകൊണ്ട് തന്നെ സർക്കാർ വിഴിഞ്ഞം പദ്ധതിയിൽ മുന്നോട്ടു പോകുമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ഇപ്പോഴത്തെ കൂടിക്കാഴ്ച സൌഹാർദ്ദപരമായിരുന്നുവെന്നും പദ്ധതിയിൽ തുടർ ചർച്ചകൾ നടക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
ഹരിപ്പാട് വയനാട് മെഡിക്കൽ കോളേജുകൾ നിർമ്മിക്കുന്നതിനായി നൽകിയ കൺസൾട്ടൻസി കരാറിൽ ക്രമക്കേട് നടന്നതായി പ്രാഥമിക നിഗമനം. കരാർ നൽകിയതിൽ ക്രമക്കേടിനെപ്പറ്റി അന്വേഷണം നടത്താൻ പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗത്തോട് മന്ത്രി ജി സുധാകരൻ നിർദ്ദേശിച്ചു. എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. ഹരിപ്പാട് വയനാട് മെഡിക്കൽ കോളേജുകൾ പണിയുന്നതിനായുള്ള കൺസൾട്ടൻസി കരാർ നൽകിയതിൽ ക്രമക്കേട് നടന്നതായിട്ടാണ് പ്രാഥമികമായുള്ള വിലയിരുത്തൽ. കുറഞ്ഞ തുക കോട്ട് ചെയ്ത ആൻസൺ എന്ന കമ്പനിയെ ഒഴിവാക്കി കൂടിയ തുക ടെൻഡറിൽ നൽകിയ RT Max എന്ന കമ്പനിക്ക് കൺസൾട്ടൻസി കരാർ നൽകിയെന്നതാണ് പരാതിക്കാരുടെ ആരോപണം. എന്തുകൊണ്ടാണ് ഇപ്രകാരം കൂടിയ തുക കോട്ട് ചെയ്ത കമ്പനിക്ക് കൺസൾട്ടൻസി കരാർ നൽകിയത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ജീവരാജിനോട് മന്ത്രി ജി സുധാകരൻ നിർദ്ദേശിച്ചത്. എത്രയും വേഗം വകുപ്പുതല വിജിലൻസ് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ താൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞതായി ജി സുധാകരൻ പറഞ്ഞു. വാർത്ത ഇങ്ങനെ വന്നപ്പോൾ ഇതെല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ പ്രതികരണമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അങ്ങനെ പ്രതികരണം നടത്തേണ്ട കാര്യമില്ല. ഞാൻ അദ്ദേഹത്തെ പറ്റിയല്ലോ അന്വേഷണം ഉത്തരവിട്ടത്. ഈ കൺസൾട്ടൻസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അന്നത്തെ PW മന്ത്രിയല്ലേ പറയുന്നത്, അദ്ദേഹം വേണ്ടിയിട്ടില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കണം. ഞങ്ങളാരും ഏൽപ്പിച്ചതല്ല ഉത്തരവാദിത്വം. സർക്കാർ ഏറ്റെടുക്കുന്ന ഭൂമിയിൽ ബിൽഡിംഗ് വെച്ച് നൽകാനുള്ള ചുമതല സർക്കാരിന് തന്നെയാണെങ്കിലും ഹരിപ്പാട് മെഡിക്കൽ കോളേജിന്റെ നടത്തിപ്പ് ചുമതല സ്വകാര്യ മുതലാളിമാരുടെ ഗ്രൂപ്പിനായിരുന്നു. ഈ സംവിധാനത്തിനെതിരെ വ്യാപക പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ പരാതി വിജിലൻസിന് കൈമാറിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പൊതുജനങ്ങളുടെ പരാതിക്ക് 30 ദിവസത്തിനകം പരിഹാരമെന്ന് മുഖ്യമന്ത്രി. അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും. LDF സർക്കാർ രാഷ്ട്രീയ പകപോക്കാനില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സെൻകുമാർ വിഷയത്തിൽ വിവാദത്തിനില്ല. സെൻകുമാറിനെക്കുറിച്ച് പറഞ്ഞാൽ പലതും വെളിപ്പെടുത്തേണ്ടി വരുമെന്നും പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ അദ്ദേഹം വ്യക്തമാക്കി. സാമ്പത്തിക നില ഭദ്രമല്ല. 1,54,057 കോടി രൂപയാണ് മൊത്തം കടം. 2,000 കോടിയോളം രൂപ ക്ഷേമ പെൻഷൻ ഇനത്തിൽ കുടിശ്ശികയുമുണ്ട്. എങ്കിലും ഭാവി അന്ധകാരം നിറഞ്ഞതാവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിസന്ധികൾ മറികടക്കാൻ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കും. പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പരാതികളിൽ 30 ദിവസത്തിനകം പരിഹാരമുണ്ടാക്കും. ജില്ലാതലങ്ങളിലുള്ള പരാതികൾ പരിഹരിക്കാൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഉയർന്നുവരുന്ന എല്ലാ പരാതികളിലും മുന്നിലെത്തുന്ന പ്രശ്നങ്ങളിലും 30 ദിവസത്തിനുള്ളിൽ സർക്കാർ തലത്തിൽ തീർപ്പുണ്ടാക്കാനുള്ള സംവിധാനവും സൃഷ്ടിക്കും. മുല്ലപ്പെരിയാറിൽ തമിഴ്നാടുമായി സംഘർഷത്തിനില്ല. ഡാമിന് ബലക്ഷയമുണ്ടോ എന്ന് പരിശോധിക്കാൻ തമിഴ്നാടിന്റെയും കേന്ദ്രത്തിന്റെയും സഹായം വേണം. ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര വിദഗ്ധ സമിതിയുടെ സേവനം പരിശോധിച്ചു വരികയാണ്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിലവിൽ സർവകക്ഷി യോഗത്തിന്റെ ആവശ്യമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. LNG പദ്ധതി ഒഴിച്ചുകൂടാനാവില്ല. എല്ലാവരുടെയും സഹകരണത്തോടെ പദ്ധതി പൂർത്തീകരിക്കും. സെൻകുമാർ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ല. പറയേണ്ടി വന്നാൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വേണ്ടിവരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിനെപ്പറ്റി ഒരു പരസ്യ വിവാദത്തിലേക്ക് പോകേണ്ടതില്ലല്ലോ. ഞാനിപ്പോൾ അതിലേക്ക് അങ്ങനെ പോകുന്നില്ല. പോയാൽ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടി വരും. അത് ആ വെളിപ്പെടുത്തൽ ഞാനില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പോകാത്തത്. വിലക്കയറ്റവും അഴിമതിയും തടയുന്നതിനുള്ള ശക്തമായ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. അഴിമതി കേസുകളിൽ ആരോടും രാഷ്ട്രീയ പകപോക്കൽ ഉണ്ടാവില്ല. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും. അതല്ലെങ്കിൽ തിരുത്തൽ നടപടികൾ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഗ്രൂപ്പ് ഭേദമന്യേ സുധീരനെതിരെ പടയൊരുക്കം ശക്തമാക്കുന്നു. സ്വന്തമായി ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ഇറങ്ങിത്തിരിച്ചയാളാണ് സുധീരനെന്ന് സോണിയയ്ക്ക് മുമ്പിൽ തിരുവഞ്ചൂർ പറഞ്ഞു. അതിനിടെ സുധീരനോടും ഉമ്മൻചാണ്ടിയോടും ചെന്നിത്തലയോടും 3 ദിവസത്തിനകം ദില്ലിയിലെത്താൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് VM സുധീരനെ മാറ്റണമെന്ന നിലപാട് AI ഗ്രൂപ്പുകൾ ഹൈക്കമാൻഡിൽ ശക്തമാക്കിയതോടെയാണ് ഉമ്മൻചാണ്ടി, VM സുധീരൻ, രമേശ് ചെന്നിത്തല എന്നിവരെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചത്. 3 നേതാക്കളും നാളെ തന്നെ ദില്ലിയിലെത്താനാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം. സുധീരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായമെന്ന് A ഗ്രൂപ്പ് ദൂതനായി എത്തിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സോണിയാഗാന്ധിയെ അറിയിച്ചിരുന്നു. ഗ്രൂപ്പുകളെ ഇല്ലാതാക്കാൻ ഹൈക്കമാൻഡ് നിയോഗിച്ച സുധീരൻ സ്വന്തമായി ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണെന്നും A ഗ്രൂപ്പ് പ്രതിനിധിയായ തിരുവഞ്ചൂർ ഹൈക്കമാൻഡിനെ അറിയിച്ചു. ഈ ഇലക്ഷന് ശേഷം എൻ്റെ ഒരു അസസ്മെന്റ് ഉണ്ട്. ആ അസസ്മെന്റ് ഡൽഹിയിൽ അറിയിക്കണം എന്ന് ആഗ്രഹിച്ചു. ആ കാര്യങ്ങൾ ഡൽഹിയിൽ അറിയിച്ചു. എൻ്റെ ലീഡർഷിപ്പിനെ ആ വിവരം അറിയിച്ചു. KPCC നേതൃത്വം ശൂന്യതയിലാണെന്നും അടിയന്തര നേതൃമാറ്റത്തിനായി ഹൈക്കമാൻഡ് ഇടപെടണമെന്നുമാണ് A ഗ്രൂപ്പ് നിലപാട്. ഉമ്മൻചാണ്ടിയും ഇതേ ആവശ്യം ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നതായാണ് സൂചന. കൂടാതെ നേതൃമാറ്റ ആവശ്യം ചർച്ച ചെയ്തില്ലെന്ന സുധീരന്റെ നിലപാട് തള്ളി MM ഹസനും രംഗത്തെത്തി. അല്ല, അദ്ദേഹം മാറ്റണമെന്ന് യോഗത്തിൽ ചർച്ച ഉണ്ടായില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും KPCC നേതൃയോഗത്തിൽ ഉയർന്ന നേതൃമാറ്റ ആവശ്യം A ഗ്രൂപ്പ് ദൂതനായി എത്തിയ തിരുവഞ്ചൂർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മുഖം മിനുക്കലല്ല, നേതൃസ്ഥാനത്തെ അഴിച്ചുപണിയാണ് വേണ്ടതെന്നാണ് A ഗ്രൂപ്പ് നിലപാട്.
തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിയമസഭാ കക്ഷി നേതൃപദവി ഉമ്മൻചാണ്ടി ഒഴിഞ്ഞ സാഹചര്യത്തിൽ KPCC അധ്യക്ഷ പദം VM സുധീരനും ഒഴിയണമെന്നാണ് AI ഗ്രൂപ്പുകളുടെ നിലപാട്. എന്നാൽ ചർച്ചയിലൂടെ സമവായത്തിലെത്താമെന്ന പ്രതീക്ഷയിലാണ് ഹൈക്കമാൻഡ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കായികമന്ത്രി EP ജയരാജനെതിരെ പരാതിയുമായി സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് അഞ്ജു ബോബി ജോർജ്. ജയരാജൻ തന്നെ അധിക്ഷേപിച്ചുവെന്നാണ് അഞ്ജുവിന്റെ പരാതി. എന്നാൽ അഞ്ജു തന്നെക്കുറിച്ച് പരാതി പറഞ്ഞതായി അറിയില്ലെന്ന് മന്ത്രി EP ജയരാജൻ പ്രതികരിച്ചു. അതേസമയം അഞ്ജു ബോബി ജോർജിനെ EP ജയരാജൻ ആക്ഷേപിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്പോർട്സ് കൌൺസിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനെത്തിയ തന്നോട് മന്ത്രി രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തെന്നായിരുന്നു സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റും ഒളിമ്പ്യനുമായ അഞ്ജു ബോബി ജോർജിന്റെ പരാതി. ഇക്കാര്യം മുഖ്യമന്ത്രിയോട് ഉന്നയിച്ചതായും അഞ്ജു പറഞ്ഞു. എന്നാൽ അഞ്ജു ബോബി ജോർജ് തന്നെക്കുറിച്ച് പരാതി പറഞ്ഞതായി അറിയില്ലെന്ന് മന്ത്രി EP ജയരാജൻ പ്രതികരിച്ചു. അഞ്ജു തന്നെ ഓഫീസിൽ വന്ന് കണ്ടിരുന്നു. സന്തോഷത്തോടെയാണ് പിരിഞ്ഞതെന്നും എന്തുകൊണ്ടാണ് തനിക്കെതിരെ പരാതി ഉന്നയിച്ചതെന്ന് അറിയില്ലെന്നും മന്ത്രി പറഞ്ഞു. അത് അവർ പറയാൻ സാധ്യതയില്ലെന്നാണ്. വളരെ സന്തോഷത്തോട് അവരെന്റെ ഓഫീസിൽ വന്നിരുന്നു. വളരെ സന്തോഷത്തോടു കൂടി ചിരിച്ച് വർത്തമാനം പറഞ്ഞിട്ടാണ് പിരിഞ്ഞുപോയത്. വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കായികമന്ത്രിയെ പിന്തുണച്ചു. അഞ്ജു ബോബി ജോർജിനെ EP ജയരാജൻ ആക്ഷേപിച്ചിട്ടില്ലെന്നും വിമാനയാത്രയെക്കുറിച്ച് മാത്രമാണ് ചോദിച്ചതെന്നും പിണറായി വിജയൻ പറഞ്ഞു. അതെ, പറഞ്ഞ കാര്യം അവര് വിമാനം ഉപയോഗിക്കുന്നതിനെ പറ്റി എടുത്ത തീരുമാനത്തെ കുറിച്ചാണ്. അതെങ്ങനെയാണ് അവമര്യാദയായി പെരുമാറുക എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അവരെന്റെ അടുത്ത് വന്ന് പറഞ്ഞ കാര്യം ഇതാണ്, അവര് വിമാനം ഉപയോഗിക്കുന്നതിനെ പറ്റി ചോദിച്ചു എന്ന് ഈ മന്ത്രി ചോദിച്ചു എന്നുള്ളത്. അഞ്ജു തന്നെ വന്ന് കണ്ടിരുന്നുവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്. സ്പോർട്സ് കൌൺസിലിലെ നിയമനങ്ങളെക്കുറിച്ചും ഫണ്ട് വിനിയോഗങ്ങളെക്കുറിച്ചും സമഗ്ര അന്വേഷണം വേണമെന്ന് KV ഗണേഷ് കുമാർ MLA. കൌൺസിലിലെ ദൂർത്ത് ഒഴിവാക്കേണ്ടതാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. മന്ത്രി EP ജയരാജൻ ആളുകളോട് മോശമായി പെരുമാറിയെന്ന് കരുതുന്നില്ലെന്നും ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു. സ്പോർട്സ് മന്ത്രി എന്തുകൊണ്ട് പറഞ്ഞു അദ്ദേഹത്തിന് അഴിമതിയുണ്ട് എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു സൂചന കിട്ടാതെ അദ്ദേഹം അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും സ്പോർട്സ് വകുപ്പിലെ ചെലവുകളെക്കുറിച്ച്, നിയമനങ്ങളെക്കുറിച്ച്, കഴിഞ്ഞ ഒരു 2-3 വർഷത്തെ നിയമനങ്ങളെക്കുറിച്ച്, സ്പോർട്സ് വകുപ്പിലെ ഫണ്ട് എങ്ങനെ വിനിയോഗിച്ചു എന്നതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ജയരാജൻ രാഷ്ട്രീയ വേദികളിൽ വളരെ രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കാറുണ്ടെങ്കിലും വ്യക്തിപരമായി പരിചയപ്പെടുന്ന ആളുകളോട് വളരെ മാന്യമായിട്ട് പെരുമാറുന്ന വളരെ സൗഹൃദത്തോടെ പെരുമാറുന്ന ഒരാളായിട്ടാണ് ജയരാജനെ പറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത്. അഞ്ജു ബോബി ജോർജിനെ കുറിച്ച് K സുധാകരന്റെ അബദ്ധ പ്രസ്താവന. അഞ്ജു ബേബി ജോർജ് ജിമ്മി ജോർജിന്റെ ഭാര്യ എന്നായിരുന്നു K സുധാകരന്റെ പ്രസ്താവന. EP ജയരാജനെ വിമർശിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു സുധാകരന്റെ പ്രസ്താവന. അഞ്ജു ബോബി ജോർജ് എന്ന് പറയുന്ന കായിക താരം ഇന്ത്യയുടെ മഹത്തായ കായിക പാരമ്പര്യത്തിന്റെ ഏറ്റവും വലിയ വളർച്ചയുടെയും അഭിമാനത്തിന്റെയും പശ്ചാത്തലം അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരു കായിക താരമാണ് അഞ്ജു ബോബി ജോർജ്. ആർക്കറിയാത്തത് അഞ്ജുവിനെ? അഞ്ജു മാത്രമല്ല, അഞ്ജുവിന്റെ ഭർത്താവ് ജിമ്മി ജോർജിന്റെ കുടുംബം എല്ലാം കായിക രംഗത്ത് ജീവിതം അർപ്പിച്ചവരാണ്. വയനാട്ടിലെ ആദ്യകാല കുടിയേറ്റങ്ങളുടെ പുതുക്കിപ്പണിയാത്ത സ്മാരകമാണ് മാനന്തവാടിയിലെ കോറോംപള്ളി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കോറോംപള്ളി പഴയ തനിമയോടെ വരവേൽക്കുകയാണ് മറ്റൊരു പുണ്യമാസത്തെ കൂടി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. വയനാട്ടിലേക്കുള്ള മുസ്ലിം കുടിയേറ്റങ്ങളുടെ ആദ്യകാലത്ത് നിർമ്മിക്കപ്പെട്ട കോറോംപള്ളി ഇന്നും പഴയ തനിമയോടെ വിശ്വാസി സമൂഹത്തിന് തണലാണ്. പെരിങ്ങത്തൂരിൽ നിന്നും നാദാപുരത്തു നിന്നുമൊക്കെയായിരുന്നു ആദ്യകാലത്ത് ഇവിടേക്കുള്ള കുടിയേറ്റ ജനത ചുരം താണ്ടിയെത്തിയത്. 500 വർഷത്തിന്റെ മേലെ ഇപ്പം പഴക്കം വയനാട്ടിലെ മുസ്ലിങ്ങൾക്കുള്ള, അതിൽ 300 വർഷത്തെ പഴക്കം ഈ പള്ളിക്കുണ്ട്. പള്ളി പണിയുന്നതിന് ഭൂമി നൽകിയത് സമീപത്തെ പുളിവാരമ്മ ദേവസ്വമാണ്. മക്കിയാട് കോട്ടയിൽ അമ്പലത്തിന്റെ പുനർനിർമ്മാണത്തിന് പള്ളിയുടെ നിർമ്മാണം നിർത്തിവെച്ച് പങ്കുകൊണ്ട കഥയും ഇവിടത്തുകാർക്ക് പറയാനുണ്ട്. കോറോത്തുകാർ സംരക്ഷിച്ചു പോരുന്ന ഈ സാഹോദര്യ സ്മാരകം കുടിയേറ്റ ജനതയുടെ അതിജീവനങ്ങൾക്കും സാക്ഷിയാണ്. കോറോം പള്ളിയിൽ നിന്നുയരുന്ന ബാങ്കുവിളി തലമുറകളിലൂടെ തുടരുകയാണ്. അനൂപ് കയാർ, വയനാട്. വിപണി വിലയേക്കാൾ കുറവിൽ ജനങ്ങൾക്ക് പച്ചക്കറി ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്ന ഹോർട്ടികോർ വിപണന കേന്ദ്രങ്ങളിൽ ജനത്തിരക്ക് കൂടുന്നു. തീ പൊള്ളുന്ന വിലവർദ്ധനവിന്റെ കാലത്ത് സർക്കാരിന്റെ വിപണിയിലെ ഇടപെടൽ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാവുകയാണ്. ആദായ വിൽപ്പന എന്ന് ഈ കടയുടെ മുന്നിൽ നിന്നും ആരും വിളിച്ചു കൂവുന്നില്ലെന്നേയുള്ളൂ. എന്നാൽ ഇവിടെ വന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങി മടങ്ങുന്നവർ മനസ്സിൽ 1000 വട്ടം ഇത് മന്ത്രിച്ചിട്ടുണ്ടാവും. 70 രൂപയുടെ പയറിന് 30 രൂപ, 100 രൂപ വിലയുള്ള മുളകിന് 47 രൂപ, 30 രൂപ വിലയുള്ള വെള്ളരിക്ക് 18 രൂപ,
ഇങ്ങനെ ഒരു അടുക്കളയ്ക്ക് ആവശ്യമുള്ളതെല്ലാം കൈകൊള്ളാതെ ഇവിടെ കിട്ടും. സാധനങ്ങൾ വാങ്ങാനെത്തുന്ന ജനവും വളരെ ഹാപ്പിയാണ്. പുറത്തെ വിലയെ അപേക്ഷിച്ച് പകുതി വിലയൊക്കെ ഉള്ളൂ. നല്ല മലക്കറിയും കിട്ടുന്നുണ്ട്. അതിന് പോലെ നല്ല വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്നു. വിപണിയിൽ സർക്കാർ ഇടപെട്ടു തുടങ്ങിയതോടെ സ്വകാര്യ പച്ചക്കറി ഉടമകളും സർക്കാർ വിലയ്ക്കൊപ്പം വില കുറയ്ക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സുവർണ ജൂബിലി സമ്മേളനത്തിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. ഞായറാഴ്ച നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 4 നാൾ നീളുന്ന സമ്മേളനത്തോടനുബന്ധിച്ച് ചരിത്ര സാംസ്കാരിക പ്രദർശനവും ഉണ്ടാകും. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സുവർണ ജൂബിലി സമ്മേളനത്തിനായി തലസ്ഥാനത്ത് ഒരുക്കങ്ങൾ പൂർത്തിയായി. VJT ഹാളിൽ വൈകിട്ട് നടക്കുന്ന സമ്മേളനത്തിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രഥമ ഡോക്ടർ NM മുഹമ്മദ് അലി പുരസ്കാരം ഡോക്ടർ മുഹമ്മദിന് സമ്മാനിക്കും. തുടർന്ന് AKG ഹാളിലാണ് മറ്റ് സമ്മേളന നടപടികൾ പുരോഗമിക്കുക. പ്രതിനിധി സമ്മേളനം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ വൈസ് പ്രസിഡന്റ് സുഭാഷിണി അലി ഉദ്ഘാടനം ചെയ്യും. ഞായറാഴ്ച രാവിലെ നടക്കുന്ന സുഹൃത്ത് സമ്മേളനം VS അച്യുതാനന്ദനും തിങ്കളാഴ്ച വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനും ഉദ്ഘാടനം ചെയ്യും. KGOA സംസ്ഥാന സെക്രട്ടറി ജനറൽ TS രഘുലാൽ വർഗീയതയ്ക്കെതിരെയും അതേപോലെ അസഹിഷ്ണുതയ്ക്കെതിരെയും കേന്ദ്ര ഗവൺമെന്റ് പിന്തുടരുന്ന തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുമുള്ള പ്രക്ഷോഭങ്ങളിൽ അണിചേരുന്നതും ഈ സമ്മേളനത്തിലെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകും. സമ്മേളനത്തോടനുബന്ധിച്ച് VJT ഹാളിൽ ചരിത്ര സാംസ്കാരിക പ്രദർശനവും നടക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുൻ സ്പീക്കറും മന്ത്രിയുമായിരുന്ന TS ജോൺ അന്തരിച്ചു. ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കേരള കോൺഗ്രസ് സെക്യുലർ ചെയർമാനായിരുന്ന TS ജോൺ കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്. AK ആന്റണിയുടെയും PK വാസുദേവൻ നായരുടെയും മന്ത്രിസഭകളിൽ അംഗമായിരുന്നു. കേരള കോൺഗ്രസിലെ പിളർപ്പിന് ശേഷം PJ ജോസഫിനൊപ്പവും അതിനുശേഷം PC ജോർജിന്റെ കേരള കോൺഗ്രസ് സെക്യുലറുമായിരുന്നു. 1976 മുതൽ 1 വർഷക്കാലം സ്പീക്കറായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച കല്ലൂപ്പാറ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടക്കും. യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായതായി പരാതി. തിരുവനന്തപുരം വിതുര സ്വദേശി 32 വയസ്സുള്ള വിനീത് വിജയനെയാണ് കാണാതായത്. കണ്ണൂരിൽ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റായി ജോലി നോക്കുന്ന വിനീത് ജോലി സ്ഥലത്തുനിന്ന് മഞ്ചേരി ആനക്കയത്തുള്ള സുഹൃത്തിന്റെ വീട്ടിൽ പോയി മടങ്ങവെയാണ് കാണാതായത്. കഴിഞ്ഞ മാസം 31-നാണ് വിനീതിനെ കാണാതായതെന്നാണ് പോലീസിന് നൽകിയ പരാതി പറയുന്നത്. സംഭവത്തിൽ മഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.